സാർ, ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ബന്ധം അറുത്തു മുറിച്ചൊന്നും മാറ്റാൻ പറ്റുന്നതല്ലെന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, അത് പുതിയൊരു സന്ദേശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അവിടെ ഒരു പുതിയ ജാതകം എഴുതിയിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം കേരള രാഷ്ട്രീയത്തിലെ NSSൻ്റെ പ്രതിനിധി രമേശ് ചെന്നിത്തലയാണ് എന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നേരത്തെ അദ്ദേഹമായിട്ട് തർക്കമുണ്ടായ സമയത്ത് അവർ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം ശശി തരൂരിനെയാണ് പെരുന്നയിലേക്ക് ക്ഷണിച്ചത്. ഈ കൊല്ലം ആ ക്ഷണം കിട്ടിയത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നതാണ്. അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം NSS നേരിട്ടൊരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഇടപെട്ടാൽ അത് അങ്ങനെ ഫലപ്രദമാകണമെന്നില്ല. പക്ഷേ NSSൻ്റെ ഒരു ധാര എന്ന് പറയുന്നത്, ഒരു നായർ സംവിധാനവുമായി ബന്ധപ്പെട്ട ആ ധാര എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാം ഇപ്പോഴും തന്നെ UDFനൊപ്പം നിന്നിട്ടുള്ള ഒന്നാണ്. ചില സമയത്തൊക്കെ അവർ UDFിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ വോട്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ രമേശ് ചെന്നിത്തലയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വക്താവ് നേരത്തെ. അതുകൊണ്ടാണ് ഒരിക്കൽ സുകുമാരൻ നായർ വാദിച്ചെന്താണെന്ന് വെച്ചാൽ NSSൻ്റെ പ്രതിനിധി താക്കോൽ സ്ഥാനത്ത് വേണം എന്നായിരുന്നു. അതെ, അങ്ങനെയാണ് രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്ത് വരുന്നത്. ശരി, അന്ന് ചെന്നിത്തല ആദ്യം പറഞ്ഞു ഞാൻ താക്കോൽ സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത്, എനിക്ക് വേണ്ടി ആരും പറയേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവർ തമ്മിലുള്ള ഒരു തെറ്റാനുള്ള അല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ അബദ്ധം അദ്ദേഹം പിന്നീട് തിരിച്ചറിയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സുകുമാരൻ നായരും പെരുന്നയുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ അദ്ദേഹം ഒരു മതേതരവാദിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സുകുമാരൻ നായരെ തള്ളിപ്പറഞ്ഞത്. അങ്ങനെ തള്ളിപ്പറഞ്ഞ് കുറച്ചു കാലമൊക്കെ അദ്ദേഹം നിൽക്കാനായിട്ട് പറ്റി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് നിന്ന് പ്രത്യേകിച്ച് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പോൾ രമേശ് ചെന്നിത്തല ഇരുന്ന സ്ഥാനത്ത് നിന്ന് മറിഞ്ഞു വീണു. രമേശ് ചെന്നിത്തല മറിച്ചിട്ടിട്ടാണ് സതീശൻ പ്രതിപക്ഷ നേതാവാകും. കാരണം എല്ലാവരും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ തള്ളിയിട്ടിട്ട്. കാരണം ഈ പിണറായി വിജയൻ്റെ ഒന്നാം ഊഴത്തിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പല വിഷയങ്ങളും രമേശ് ചെന്നിത്തല മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അത് പ്രതിപക്ഷ നേതാവ് നിലയിൽ തിളങ്ങി നിന്നിരുന്നു എന്ന് പറയാം. തിളങ്ങി നിന്നിരുന്നു. നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിരുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം വന്ന കാലത്ത് അന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല. വിജയിച്ചിരുന്ന അയാൾ മുഖ്യമന്ത്രി ആകുമായിരുന്നു. അതെ, പക്ഷേ അയാൾ പരാജയപ്പെട്ടതോടെ അയാൾക്ക് ഉണ്ടായിരുന്ന സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഒന്നും സഹായമില്ലാതിരുന്നത് കൊണ്ടാണ്. അപ്പോൾ അടുത്ത ഭരണകൂടം മിക്കവാറും UDFൻ്റേതാകും എന്ന ഒരു ധാരണ പൊതുവിലുണ്ട്. അങ്ങനെ പുതിയ ഭരണകൂടം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ സർക്കാർ വരുന്ന സമയത്ത്, ആ സർക്കാരിൽ ഒരു പ്രധാനപ്പെട്ട റോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവണമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു പിടി വേണം എന്നുള്ളത് രമേശ് ചെന്നിത്തല മനസ്സിലാക്കി കഴിഞ്ഞിരിക്കാൻ. പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഹൈക്കമാൻഡിൽ അദ്ദേഹത്തിന് ആ പിടി ഇന്നില്ല. കാരണം അത് KC വേണുഗോപാലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പ്രാദേശികമായിട്ട് കേരളത്തിൽ കോൺഗ്രസ്സിൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന ഒരാലോചനയുടെ ഭാഗമാണ് രമേശ് ചെന്നിത്തലയുടെ പെരുന്നയിലേക്കുള്ള ഈ യാത്ര. അതിലദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ റിസൾട്ടൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ പെരുന്നയിൽ വരുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് ശിവഗിരി മഠത്തിനെതിരെയും മുഖ്യമന്ത്രിക്കുമെതിരെയും ഉള്ള നിലപാടാണ്. അവിടെ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ മാത്രമല്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിരുന്നു. അദ്ദേഹം എടുത്ത നിലപാട് ഉറച്ച നിലപാടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല. ആചാര കേരളത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ അദ്ദേഹം അത്ര സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു. അതേ നിലപാട് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയില്ല. അദ്ദേഹം അങ്ങനെ നിലപാടുള്ള ഒരു വ്യക്തിയാണ്. ആ നിലപാട് അദ്ദേഹം പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആചാരങ്ങൾ മാറ്റാൻ പാടില്ല.
അത് ശരിയോ തെറ്റെന്നുള്ള മറ്റൊരു വിഷയമാണ്. പക്ഷേ അയാളുടെ നിലപാട് അതാണ്. ശബരിമലയുടെ വിഷയത്തിൽ അത് തന്നെയായിരുന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രവേശനം, ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് പുരുഷന്മാർ ഷർട്ട് ഇട്ട് വേണോ വേണ്ടേ എന്നുള്ള തർക്കമാണ് ഉയർന്നിരിക്കുന്നത്. ശിവഗിരി മഠാധിപതി പറഞ്ഞത് ഷർട്ട് ഇടാതെയുള്ള ഇത് കാലഹരണപ്പെട്ടാണ്. ഷർട്ട് ഇടാതെയുള്ള ഈ ആചാരം അത് മാറ്റണം. ഷർട്ട് ഇട്ട് പുരുഷന്മാർ കയറിയാൽ എന്താ കുഴപ്പം? കാലം മാറുന്നതനുസരിച്ച് നമുക്ക് മാറിക്കൂടെ എന്നുള്ള ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും നല്ല ചോദ്യമാണ്. പക്ഷേ ആചാരങ്ങൾ അങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല എന്ന നിലപാടാണ് സുകുമാരൻ നായർക്കുള്ളത്. അതുകൊണ്ട് സുകുമാരൻ നായർ അതിനെ എതിർക്കുന്നു. നമ്മളങ്ങനെ കണ്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, മറ്റ് ശിവഗിരി മഠാധിപതിയുടെ നിലപാടാണ്. ഈ നിലപാട് ഏത് സ്വീകരിക്കും നമ്മുടെ കാലം നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദേവസ്വം ബോർഡ് അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പ്രത്യേകിച്ച് പറയാൻ പോകുന്നില്ല, നിലപാടും എടുക്കാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ട് നിലപാടുണ്ടെങ്കിൽ രണ്ടും കൂടി നടന്നോട്ടെ. തീരുമാനം അവരെടുക്കില്ല. തീരുമാനം എടുക്കില്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള ഗട്ട്സ് ഇല്ല അവർക്ക്. എന്ത് ചെയ്യണം, ഒന്ന് എന്താ അതിൻ്റെ ശരി എന്താണ് തെറ്റെന്താണെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ ഗുരു, ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൽ ഏത് തീരുമാനമാണ് അംഗീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കം തുടരും. തർക്കം അവസാനിക്കില്ല. ഒന്ന്. രണ്ട്, ഇപ്പോഴതിൽ രാഷ്ട്രീയമില്ല. കുറേ കഴിയുന്ന സമയത്ത് അതിനകത്ത് രാഷ്ട്രീയം കടന്നു വരും. രാഷ്ട്രീയം കടന്നു വരുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മുഖ്യമന്ത്രിയും ഒരു വശത്തും അതിനെതിരെയുള്ളവർ മുഴുവനും അതിനെതിരായിട്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ശബരിമലയിലെ സ്ത്രീ പ്രവേശം സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് RSS സുപ്രീം കോടതിയുടെ വിധിക്ക് ഒപ്പമായിരുന്നു. സ്ത്രീകളെ കയറ്റണമെന്നാണ് RSS പറഞ്ഞത്. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയം വേറെയാണ് എന്ന് കണ്ടപ്പോൾ അവർക്ക് തിരുത്തേണ്ടതെന്ന് അവർ തിരുത്തി. CPM ബലം പിടിച്ച് ചില സ്ത്രീകളെയൊക്കെ അവിടെ കൊണ്ടുപോയി കയറ്റി അവസാനം അവരും നാണം കിട്ടാനകത്ത് പിന്തിരിയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരിതിനകത്ത് ഇടപെടില്ലായിരുന്നു. രണ്ടുപേരും ഇടപെടില്ലായിരുന്നു. രാഷ്ട്രീയമായിട്ട് ആരുടെ നിലപാടാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തിനനുസരിച്ച് മാറേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിനൊപ്പം നിൽക്കാം. പക്ഷേ എന്തെന്നാണ് കാലത്തിനനുസരിച്ച് ഇതിനകത്ത് മാറാനുള്ളത്? ഇതെന്തെന്നാണ്? ഇത് ഓരോ മനുഷ്യരുടെയും ജീവിതക്രമത്തിൻ്റെ ഭാഗമായിട്ട് തുടരുന്നതാണ്. അവിടെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയാലും ഇല്ലെങ്കിൽ എന്താ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഷർട്ടിട്ട് പോയാലും ഷർട്ടിട്ട് പോയില്ലെങ്കിലും ഒന്നുമില്ല. അതൊക്കെ വിശ്വാസികളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിലൊന്നും ഒരു വിപ്ലവം ഉണ്ടാകാനൊന്നും പോകുന്നില്ല. കാരണം ഒന്ന്, വിശ്വാസത്തിൻ്റെ തലം എന്ന് പറയുന്നത് ദുർബലമാണ് ശരിക്കും. പക്ഷേ ഇവിടെ സംശയം വരുന്നത് വെച്ചാലേ, ഇപ്പോൾ ശ്രീനാരായണീയർക്കെതിരെ NSS എന്നുള്ളൊരു നിലപാടിലേക്കാണോ ഈ വ്യാഖ്യാനങ്ങൾ പോകുന്നത്? കാരണം പറഞ്ഞതൊന്നും അവിടെയാണെങ്കിലും അവരുടെ നിലപാടിന് നേരെ വിപരീതമായിട്ട് NSS നിലപാടെടുത്തത്. അല്ല, NSSൻ്റെ നിലപാട് എപ്പോഴും ഇതേപോലെയായിരുന്നു. അതിൽ ഞാൻ NSSൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. NSSൻ്റെ നിലപാട് അതാണെന്നുള്ളത്. ശ്രീനാരായണീയർക്ക് അങ്ങനെ പ്രത്യേക നിലപാടൊന്നുമില്ല. കാരണം അത് വെള്ളാപ്പള്ളി നടേശനാണെന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷെ വർക്കലയുടെ കാര്യത്തിൽ അതില്ലല്ലോ. ശിവഗിരിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ശിവഗിരിയുടെ ആ അഭിപ്രായം അവർ മാറ്റാനൊന്നും പോകുന്നില്ല. ശിവഗിരി മഠാധിപതി അത് പിൻവലിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഒന്നും നടപ്പാകണമെന്നില്ല. ശിവഗിരി അങ്ങനെ പറഞ്ഞാൽ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ചിന്തയെ അത് സ്വാധീനിക്കാൻ സാധ്യതയാണ്. അവിടുത്തെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ NSSനെയും അതേപോലെ SNDPയെയും ശത്രുപക്ഷത്ത് നിർത്തുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. NSS അല്ല ശരിക്കും പറഞ്ഞു. ചില സമയത്ത് ഒരുമിച്ച് ചേർന്ന് നായാടി മുതൽ നമ്പൂരി വരെ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രയോഗം നടത്തി NSSനൊപ്പമൊക്കെയാണെന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ NSSനെ ചീത്ത പറയാനായിട്ട് തുടങ്ങി. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. ഇപ്പോഴെന്ന് പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെ പ്രാസമുണ്ട് ശരിക്കും പറഞ്ഞു. അതല്ലാണ്ട് അതിനൊക്കെ എന്താ പ്രസക്തിയുള്ളത്? വളരെ സത്യസന്ധമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ക്രെഡിബിൾ സൗണ്ട് അല്ല വെള്ളാപ്പള്ളി നടേശൻ്റെത്. NSSൻ്റെ അതങ്ങനെയല്ല. അവരുടെ ക്രെഡിബിൾ നമുക്കത് സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അയാളതിൽ നിന്ന് മാറില്ല. ശരിദൂരം എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമായിട്ട് കുറേ ആൾ നടന്നതൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. കാരണം ഓരോരുത്തർക്കും അവരുടെ രീതികളിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ സ്വധർമ്മം എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ വാചകം തന്നെയാണ് പ്രധാനപ്പെട്ടത്. അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. SNDPക്ക് ഒരു ധർമ്മമുണ്ട്, NSSന് ഒരു ധർമ്മമുണ്ട്. അതവർ നിർവഹിക്കട്ടെ. അതല്ലാണ്ട് ഈ എച്ചുകെട്ടിന് പോകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം ചിലപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ഒരു പൊളിറ്റിക്കൽ
ഇഷ്യൂയിൽ വരുമ്പോൾ NSSും SNDPയും ശത്രുപക്ഷത്തുന്ന നിലക്കായിരിക്കും വരാൻ പോകണം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രതികരണം ഇനി വരാൻ പോകണമെന്നറിയില്ല. അതെ. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശന് ഏതാണ് ഗുണമെന്ന് അയാൾ നോക്കുക. ഷർട്ടിട്ട് പോണത് നല്ലതാണെങ്കിൽ ആൾ ഷർട്ടിട്ട് പോട്ടെ എന്ന് അദ്ദേഹം പറയും. ഷർട്ടിട്ട് പോകാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാണ് നല്ലതെന്ന് പറയാം. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ആദർശ പ്രശ്നങ്ങളൊന്നും അയാളെ ബാധിക്കാറില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ NSS SNDPയും തമ്മിലുള്ള തർക്കങ്ങൾ ഇനി ഏത് തലത്തിലേക്ക് പോകുന്നു നമുക്ക് കാത്തിരിക്കാം. അത് നോക്കാം. ചിലപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിണറായി വിജയനെ സൂചിപ്പിക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷർട്ടിട്ട് പോകാമെന്നൊക്കെ വേണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെന്നിരിക്കും. അതെ. ഒരു ദിവസം അങ്ങനെ പറയും, പിറ്റേ ദിവസം ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമിത്ഷായും ഒക്കെ ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അങ്ങനെ വേണ്ടെന്ന് തീരുമാനിച്ചാൽ അങ്ങനെയും പറയും. എങ്ങനെയും പറയുന്ന ഒരാളാണ്. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.